ഹായ് ഡിയേഴ്സ്, 9ാം ക്ലാസ്സിലെ എ പ്രയർ ഇൻ സ്പ്രിംഗ് എന്ന പോയത്തിൽ വരുന്ന കംപ്ലീറ്റ് ആക്ടിവിറ്റീസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആക്ടിവിറ്റി 1. ദി പോയം എ പ്രയർ ഇൻ സ്പ്രിംഗ് ഡിപ്പിക്ട്സ് ദ ബ്യൂട്ടി ഓഫ് നാച്ചർ ഇൻ ദ സ്പ്രിംഗ് സീസൺ. സ്പ്രിംഗ് സീസണിൽ വരുന്ന പ്രകൃതിയുടെ ആ മനോഹാരിതയെയാണ് ഈ പോയത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. ഫിൽ ഇൻ ദ ബബിൾസ് വിത്ത് ദ ഷെയ്ഡ്സ് ഓഫ് നേച്ചർ ദാറ്റ് അട്രാക്റ്റഡ് ദ പോയറ്റ് ഇൻ ദ സ്പ്രിംഗ് ടൈമിൽ പോയറ്റിനെ അട്രാക്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് താഴെ തന്നിരിക്കുന്ന ആ ബബിൾസ് ഫിൽ ചെയ്യണം. സെൻറ്ററിൽ സ്പ്രിംഗ് സീസൺ എന്ന് കൊടുത്തിട്ടുണ്ട്, ഹാർവെസ്റ്റിംഗ് എന്നത് അവിടെ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വൈറ്റ് ഓർച്ചാർഡ് എന്ന് നമുക്ക് ആഡ് ചെയ്യാം, അതുപോലെ ഹാപ്പി ബീസ്, നെക്സ്റ്റ് ഡാർട്ടിംഗ് ബേർഡ്സ്. നെക്സ്റ്റ് നൗ റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദി പോയറ്റ്സ് ട്രീറ്റ്മെൻറ്റ് ഓഫ് നാച്ചർ ഇൻ ദ പോയം എ പ്രയർ ഇൻ സ്പ്രിംഗ്. ഈ പ്രയർ ഇൻ സ്പ്രിംഗ് എന്ന ഈ പോയത്തിൽ ആ നേച്ചറിനെ കുറിച്ച് അതിനെക്കുറിച്ച് ആവിഷ്കരിച്ചിട്ടുള്ള ആ കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് ഈ പോയിൻറ്റ്സൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതാനാണ്. ഓക്കെ, എങ്ങനെ എഴുതാം? The poet Robert Frost has treated nature in an exquisite way in his fine poem A Prayer in Spring. It is springtime, there are flowers everywhere. There is the beautiful white orchard. There are many fine-looking trees in it. The bees are swarming about them as if they are singing and dancing in joy. A bird is flying about chirping melodiously as if she is singing a lullaby. There are blossoms all around. God in his divine love has made nature so beautiful that we can enjoy its beauty to our heart's content. സ്പ്രിംഗ് ടൈമാണ്, എല്ലായിടത്തും നിറയെ ഫ്ലവേഴ്സ് ഉണ്ട്. അതുപോലെ അവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭംഗിയുള്ള ഒരു വൈറ്റ് ഓർച്ചാർഡ് ഉണ്ട്. അതുപോലെ ഒത്തിരി ട്രീസ്, മരങ്ങളുണ്ട് അല്ലേ. അതുപോലെ കൂട്ടമായിട്ട് വരുന്ന തേനീച്ചകൾ സന്തോഷം കണ്ട് പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ബേർഡ് അതുപോലെ അവിടെ പറക്കുന്നുണ്ട്, അത് നല്ല മെലഡിയസ് ആയിട്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, ഒരു താരാട്ട് പാട്ട് പാടും പോലെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ദെൻ ദൈവത്തിൻ്റെ ദൈവിക സ്നേഹം കൊണ്ടാണ് ഈ നേച്ചറിനെ ഇത്രയും ഭംഗിയുള്ളതാക്കിയിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ്? അതെ, മനുഷ്യർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഭംഗി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2. ദി എക്സ്പ്രഷൻ സ്പ്രിംഗിങ് ഓഫ് ദ ഇയർ റെഫേഴ്സ് ടു ദ ബിഗിനിങ് ഓഫ് ദ സീസൺ ഓഫ് പ്ലാന്റിംഗ് ആൻഡ് ടെൻഡിങ്, എ സീസൺ ഓഫ് ന്യൂ ബർത്ത്. റോബർട്ട് ഫ്രോസ്റ്റ് ടെൽസ് us that we should live in the moment and learn not to focus on the harvest. What message does the poet convey in the first stanza? എക്സ്പ്രസ് യുവർ വ്യൂസ്. സ്പ്രിംഗിങ് ഓഫ് ദ ഇയർ എന്ന എക്സ്പ്രഷനിലൂടെ ഇവിടെ റെഫർ ചെയ്യുന്ന കാര്യം എന്താണ്? ഈ ചെടിയൊക്കെ നമ്മൾ കൃഷിയാണെങ്കിലൊക്കെ നട്ട് നനച്ച് അവ വളർത്തി എടുക്കുന്ന ഫസ്റ്റ് സ്റ്റേജ്, തുടക്കമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിൽ മാത്രം ജീവിക്കുക, അല്ലാണ്ട് ഒരിക്കലും ആ വിളവെടുക്കുന്ന കാലത്തെക്കുറിച്ച് ആലോചിച്ച് വെറീഡാകരുതെന്നാണ് അല്ലേ. ഫസ്റ്റ് സ്റ്റാൻസയിലൂടെ പോയറ്റ് ഇവിടെ തരുന്ന മെസ്സേജ് എന്താണെന്നാണ് നമ്മുടെ വ്യൂസ് എഴുതാനാണ്. ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ ദ പോയറ്റ് സേസ് ദാറ്റ് വി ഷുഡ് എൻജോയ് ദി പ്ലഷേഴ്സ് ഓഫ് ടുഡേ വിത്തൗട്ട് വറിയിങ് അബൌട്ട് വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ സ്പ്രിംഗ്. ഇറ്റ് ഈസ് ടൈം ടു പ്ലാന്റ് ആൻഡ് ടെൻഡ് ദ സീഡിങ്സ്. We should be happy at what we are doing now and not worry about the harvest that will come months later. These lines remind me of the famous poet Omar Khayyam, who wrote, "Dead yesterday, unborn tomorrow. Why fret about them if today be sweet?" Yes, we should learn to enjoy the present without bothering too much about the unborn tomorrow. ഫസ്റ്റ് സ്റ്റാൻസയിൽ പോയിട്ട് പറയുന്നത്? ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ എൻജോയ് ചെയ്യണം, അല്ലാതെ നമ്മൾ ഭാവിയിൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ ആലോചിച്ച് ഒരിക്കലും വെറീഡ് ആവരുതെന്നാണ് അല്ലേ. ഇപ്പോൾ സ്പ്രിംഗ് സീസൺ ആരംഭിക്കുകയാണ്. ഇപ്പോൾ പ്ലാന്റ് ചെയ്യാനുള്ള സമയമാണ് അല്ലേ. സീഡ് വിത്തൊക്കെ വിതയ്ക്കാനും ഒക്കെയുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിൽ, ആ ഒരു പ്രവൃത്തിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യാണ് വേണ്ടത്, അല്ലാതെ ഒരിക്കലും മാസങ്ങൾ കഴിഞ്ഞിട്ട് വരുന്ന ആ വിളവെടുപ്പിനെ കുറിച്ച് ആലോചിച്ച്
എന്താണ് വെറീഡ് ആവില്ല ചെയ്യേണ്ടത്. ഉമർ ഖയ്യാം ഇതുപോലെ പറഞ്ഞിട്ടുള്ളൊരു ലൈൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അല്ലേ. എന്താണ് മരണപ്പെട്ടു പോയ ഇന്നലകൾ, അതുപോലെ ഇതുവരെ ജനിച്ചിട്ടില്ലാത്ത നാളുകൾ, അവയെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ വെറീഡ് ആകേണ്ട കാര്യമില്ല അല്ലേ. കാരണം എന്താണ് ടുഡേ ബി സ്വീറ്റ്, ഇന്ന് സുന്ദരമാണെങ്കിൽ നമ്മൾ എന്തിനാണ് ബാക്കിയുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് വെറീഡ് ആകുന്നതെന്നാണ് അല്ലേ. നെക്സ്റ്റ് ബി, ദ ബീസ് പ്ലേ ആൻ ഇനെവിറ്റബിൾ റോൾ ഇൻ നേച്ചർ. വാട്ട് ഫങ്ഷൻ ഡു ദേ പെർഫോം ആൻഡ് ഹൗ ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് ഇറ്റ്. ഈ ബീസിന് എന്താണ് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റോൾ തന്നെ ഈ നേച്ചറിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അവർ ചെയ്യുന്ന ഒരു ഫങ്ഷൻ, ഒരു ധർമ്മം എന്താണ്, പോയറ്റ് എങ്ങനെയാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ദ ബീസ് ഡു പ്ലേ ആൻ ഇനെവിറ്റബിൾ റോൾ ഇൻ നേച്ചർ. ഇറ്റ് ഈസ് ദേ ഹെൽപ്പ് ഇൻ ദ പോളിനേഷൻ പ്രോസസ്. They drink the honey and eat the pollen from the flowers, and in the process they help in pollination, without which there will be no fruits of grains. The poet says the happy bees hover. പരാഗണത്തിന് ഈ ബീസ് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അവർ ഹണിയൊക്കെ കുടിച്ചിട്ട് പൂക്കളിൽ നിന്ന് പൂമ്പൊടിയൊക്കെ എടുത്ത് മറ്റ് ചെടികളിലേക്കൊക്കെ പോയിട്ട് അങ്ങനെ അവർ എന്താണ് ഈ പരാഗണത്തിൽ ഒരു വലിയ റോൾ തന്നെ ബീസിനൊക്കെ ഉണ്ട്. എബൌട്ട് ദ ട്രീസ് ആസ് ഇഫ് ദേ ആർ ഇൻടോക്സിക്കേറ്റഡ് ബൈ ദ ഡ്രിങ്ക് ദേ ഹാഡ് ആൻഡ് ആർ ഡാൻസിങ് ഇൻ ജോയ്. This sight makes us also happy. In addition to helping with the pollination, the bees supply us with their delicious honey. The buzzing of the bees is like sweet music. Thus, the bees produce a feast for our eyes, ears and tongue, our sense of sight, sound and taste. അതുപോലെ ഈ ചെടികളിലെല്ലാം പോയി വന്നിട്ട് അവർ അതിൽ നിന്ന് ഹണിയൊക്കെ കുടിച്ച് വരുന്നുണ്ടല്ലോ അല്ലേ. എന്നിട്ട് അതിൻ്റെ ആ ലഹരിയിൽ, അതിൻ്റെ ആ മത്ത് പിടിപ്പിക്കുന്ന അതിൻ്റെ ആ സ്വാദിൽ അവർ അവിടെ മരങ്ങൾക്ക് ചുറ്റും എന്താണ് വട്ടമിട്ട് പറക്കുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാഴ്ച നമുക്ക് ഒത്തിരി ഹാപ്പി ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ ഈ പരാഗണത്തിൽ മാത്രമല്ല, അവർ ഈ ബീസ് നമുക്ക് തേനും തരുന്നുണ്ട് അല്ലേ. അവരുടെ ഈ ബസിങ് സൗണ്ട്, അവരുടെ ആ സൗണ്ട് ഉണ്ടല്ലോ, അത് നമുക്കൊരു സ്വീറ്റ് മ്യൂസിക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ കണ്ണുകൾക്കും കാതുകൾക്കും ചുണ്ടുകൾക്കൊക്കെ നല്ലൊരു സന്തോഷം, ആനന്ദം ഇവർ തരുന്നുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. ഇൻ ദി ഫസ്റ്റ് സ്റ്റാൻസ റോബർട്ട് ഫ്രോസ്റ്റ് tells us that we should learn to get rid of our anxieties about future and enjoy living in the moment gifted to us. How does the poet reinforce this message in the last stanza? Explain. ഫസ്റ്റ് സ്റ്റാൻസയിൽ എന്താണ് റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്നത്? നമ്മൾ ഭാവിയെക്കുറിച്ചുള്ള ആ ഉത്കണ്ഠ ഒഴിവാക്കിയിട്ട് ഇപ്പോഴത്തെ ഈ മൊമെൻറ്റിൽ ജീവിക്കണമെന്ന് പറയുന്നുണ്ട് അല്ലേ. ഈ ഒരു കാര്യത്തെ ഈ ലാസ്റ്റ് സ്റ്റാൻസയിലേക്ക് പിന്നെയും അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് അല്ലേ. ആ ഒരു കാര്യത്തെ തന്നെ അവിടെ വീണ്ടും ദൃഢമാക്കി പറയുന്നുണ്ട്. എങ്ങനെയാണ്? ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ റോബർട്ട് ഫ്രോസ്റ്റ് ടെൽസ് us that we should learn to get rid of our anxieties about future and enjoy living in the moment gifted to us. The poet reinforces this message in the last stanza by saying that what we see in nature is the reflection of God's love. Only God can give love in such abundance. Our duty is to, ഫസ്റ്റ് സ്റ്റാൻസയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് വെറീഡ് ആകാതെ നമ്മൾ ഇപ്പോഴുള്ള മൊമെൻറ്റിൽ ജീവിക്കണമെന്നാണ് അല്ലേ. ലാസ്റ്റ് സ്റ്റാൻസയിലും ഈ ഒരു കാര്യത്തെ തന്നെയാണ് പറയുന്നത്. എങ്ങനെയാണ്? ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഈ പ്രകൃതിയെ അതിൽ പറയുന്നത് അല്ലേ. Enjoy the feast he has supplied, and by doing that we will be fulfilling his desires. God gives us all this beauty to make us happy, and if we refuse to enjoy it, we are actually insulting God. Not enjoying it would be like not tasting the delicious dishes our host has lovingly prepared for us. ഈ സമ്പുഷ്ടമായ ഈ ഒരു കാര്യത്തെ നമുക്ക് നൽകാൻ കഴിയുക ദൈവത്തിന് മാത്രമാണ്. നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തെ എല്ലാം എൻജോയ് ചെയ്യുക. ഈ ഒരു കാര്യം നമ്മൾ എൻജോയ് ചെയ്യാതെ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ ദൈവത്തെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. ഈ നേച്ചറിനെ നമ്മൾ എൻജോയ് ചെയ്യാതിരിക്കുന്നത് എന്തിന് തുല്യമാണെന്നാണ് പറയുന്നത്? നമ്മളെ ഒരു വിരുന്ന് വിളിച്ചിട്ട് നല്ല ഫുഡൊക്കെ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ, അത് കഴിക്കാതെ പോവുകയാണെങ്കിൽ അതൊരു ഇൻസൾട്ടിങ് അല്ലേ, അതുപോലെയാണെന്നാണ് പറയുന്നത്.
Next, activity 4. Read the lines and identify the poetic device from the box given below. Briefly describe the idea conveyed by these lines. എന്താണ് താഴെ തന്നിരിക്കുന്ന ലൈൻസ് വായിക്കുക, എന്നിട്ട് അതിൽ വന്നിട്ടുള്ള പോയറ്റിക് ഡിവൈസ് ഏതാണെന്ന് കണ്ടുപിടിക്കാം. താഴെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഏതൊക്കെയാണ്? അലിട്രേഷൻ, സിമിലി, മെറ്റഫർ. ഫസ്റ്റ് ലൈന് ആൻഡ് ഓഫ് എ ബ്ലോസം ഇൻ മിഡ് എയർ സ്റ്റാൻഡ്സ് സ്റ്റിൽ എന്നതാണ്. ഇതിൽ വരുന്നത് അലിട്രേഷനാണ്. എവിടെയാണ്? സ്റ്റാൻഡ്സ് സ്റ്റിൽ എന്നതിലെ രണ്ട് സെയിം സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്തതാണ്. അലിട്രേഷൻ ഈസ് ദ യൂസ് ഓഫ് വേർഡ്സ് സ്റ്റാർട്ടിങ് വിത്ത് ദ സെയിം സൗണ്ട് ക്ലോസ് ടു വൺ അനദർ. അതെ, സെയിം സൗണ്ട് വരുന്ന വേർഡ്സ് അടുത്തടുത്ത് വരുമ്പോഴാണ് അതിന് അലിട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടില്ലേ, സ്റ്റാൻഡ്സ്, സ്റ്റിൽ, ഇവയാണ്. ഇനി എക്സ്പ്ലനേഷൻ എന്ത് എഴുതാം? ദ ലൈൻ ഷോസ് ദാറ്റ് ദി റേ ഓഫ് നേച്ചർ ടച്ചസ് ദ ഫ്ലവർ ആസ് ഈഫ് കിസ്സിങ് ഇറ്റ് and it is so happy that it stands still in mid-air. Okay. Second line, like nothing else by day, like ghost by night. ഇതിൽ വരുന്ന poetic device ഏതാണ്? Simile ആണ് അല്ലേ. It's a poetic device in which you compare two different things which have at least one quality in common. ലൈക്ക് ഗോസ്റ്റ് ബൈ നൈറ്റ്, ആ ലൈനിൽ വരുന്ന ലൈക്ക് ഗോസ്റ്റ് ബൈ നൈറ്റ് എന്നതാണ് അതിൽ സിമിലി വരുന്നത്. എന്താണ് സിമിലി എന്ന് പറയുമ്പോൾ? രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ അവയിൽ വരുന്ന എന്താണ് കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വാളിറ്റിയെ വെച്ചിട്ട് അവയെ കമ്പയർ ചെയ്യുന്നത്. ഇവിടെ ലൈക്ക് ഗോസ്റ്റ് ബൈ നൈറ്റ് എന്നതാണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. എന്താണ്? രാത്രിയിലെ പ്രേതങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട് അല്ലേ, ആ ഒരു കാര്യത്തെ. ഇനി തേർഡ് വൺ, ദ മേച്ചർ ദാറ്റ് ത്രെഡ്സ് ഇൻ വിത്ത് നീഡിൽ ബിൽ. ഓക്കെ, അതിൽ വരുന്ന പോയറ്റിക് ഡിവൈസ് ഏതാണെന്ന് നോക്കാം. ഏതാണ്? മെറ്റഫർ ആണ് വരുന്നത്. ഇറ്റ് ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് വെരി മച്ച് ലൈക്ക് എ സിമിലി, ബട്ട് ഇൻ മെറ്റഫർ വി ഡസൻറ്റ് യൂസ് ദ വേർഡ്സ് ലൈക്ക് ഓർ ആസ് വി സേ എ ഈസ് ബി. മെറ്റഫർ എന്ന് പറയുന്നത് ഒരു എന്താണ് സിമിലി പോലെ തന്നെയാണ്. പക്ഷേ ഇതിൽ ലൈക്കോ ആസോ ഒന്നും വെച്ച് കമ്പയർ ചെയ്യല്ലേ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വി സേ എ ഈസ് ബി എന്ന ഒരു കാര്യത്തെ വേറൊരു കാര്യമാണെന്ന് പറയാണ്, ഉറപ്പിച്ച് പറയുകയാണ് ചെയ്യല്ലേ. ദ മേച്ചർ യൂസിങ് ഇറ്റ്സ് റേ ത്രസ്റ്റ് ഇൻ ടു ദ ഷാർപ്പ് ബിൽ ഓഫ് ദ ലിറ്റിൽ ബേർഡ്. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഫോർ ഈച്ച് ഫ്രം ദി പോയം ഇഫ് എനി. ഇനി ഇതുപോലെ വരുന്ന പോയറ്റിക് ഡിവൈസുകൾ വരുന്ന എക്സാമ്പിൾസ് പോയത്തൊന്ന് കണ്ടുപിടിക്കാനാണ്. Next, activity 5. Robert Frost mentions the enjoyable sights in nature in the spring season. However, he understands that there are several factors that prevent man from enjoying the simple pleasures of life. The poet's pleasure and its source are quite different from those of modern man. What gives pleasure to man in the modern world? Do these pleasures satisfy him? Express your views in a paragraph. ഈ പോയറ്റ് ഇവിടെ പറയുന്നത് സ്പ്രിംഗ് സീസണിൽ പ്രകൃതിയിൽ കാണുന്ന കാഴ്ചകളൊക്കെയാണ് പോയറ്റിനെ എൻജോയ് ചെയ്യിപ്പിക്കുന്നത്, ആനന്ദിപ്പിക്കുന്നത് എന്നാണ് അല്ലേ. ഇന്നത്തെ ഈ മോഡേൺ യുഗത്തിലെ ആളുകൾക്ക് എങ്ങനെയാണ് അവരെ സന്തോഷിപ്പിക്കുന്നതും എന്താണ് അവർക്ക് ആനന്ദം നൽകുന്ന കാര്യങ്ങളൊക്കെ എന്താണ് ഡിഫറെൻ്റാണ്. ഈ പോയറ്റിൻ്റെ കാര്യത്തിൽ നിന്നും ഒത്തിരി ഡിഫറെൻ്റാണ് അല്ലേ. ഈ ആധുനിക കാലത്തിലെ ആളുകളെ എന്താണ് സന്തോഷിപ്പിക്കുന്ന കാര്യം എന്താണ്? ഇവ എന്താണ് ആളുകൾക്ക് സാറ്റിസ്ഫൈഡ് ആണോ? നിങ്ങളുടെ ഐഡിയാസ് പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതാനാണ്. The poet's pleasure and its sources are quite different from those of modern men. The poet finds pleasure in the flowers that bloom in the beautiful white orchard, in the fine-looking trees, and the bees find joy in the bird flying about chirping melodiously. God in his divine love has made nature so beautiful that the poet enjoys its beauty to his heart's content. അതെ, ഈ ആധുനിക കാലത്തെ ആളുകളിൽ നിന്നും ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പോയറ്റിനെ സന്തോഷിപ്പിക്കുന്നത് അല്ലേ. എന്താണ് ആ ഓർച്ചാർഡ്, അതുപോലെ ആ ഫ്ലവേഴ്സ്, ആ ട്രീസ്, ബീസ്, ഇവയൊക്കെയാണ് അദ്ദേഹത്തിന് സന്തോഷം നൽകുന്നത്. ബട്ട് മോഡേൺ മാൻ ഈസ് നോട്ട് പ്ലഷേർഡ് വിത്ത് ദീസ് തിങ്സ്. ഈ ഒരു കാര്യം കൊണ്ടൊന്നും എന്താണ് ഈ മോഡേൺ യുഗത്തിൽ വരുന്ന ആളുകൾക്കൊന്നും സന്തോഷം, ആനന്ദമൊന്നും ലഭിക്കുന്നില്ല അല്ലേ. He needs material pleasures. He finds his pleasure in his mobile phone, his television set, in the theaters, in the bars, in football and cricket, and in amassing wealth. I am reminded of William Wordsworth, who lamented the
മോഡേൺ മാൻസ് ഫാസിനേഷൻ ഫോർ മണി. അതെ, എന്തൊക്കെയാണ് സന്തോഷം നൽകുന്നത്? മൊബൈൽ ഫോണ്, ടി വി, അതുപോലെ തിയേറ്റേഴ്സ്, ബാർസ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ഇന്ന് മനുഷ്യർക്ക് എന്താണ് ഹാപ്പിനെസ് ലഭിക്കുന്നത് അല്ലേ? He said the world is too much with us take and son. Getting and spending we lay. Waste of powers, nothing we see in nature is ours. We have given our heads away, sordid bone. Yes, we have made a bad bargain by loving money more than we love nature and its beauty. നേച്ചറും അതിൻ്റെ ഭംഗിയേക്കാളുമെല്ലാം ആളുകൾക്ക് എന്താണ് പണത്തോടാണ് കൂടുതൽ സ്നേഹവും ബഹുമാനമൊക്കെ ഉള്ളത്.